ഇന്ത്യയ്ക്ക് പാചകവാതകമായ LPG എത്തിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇപ്പോൾ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. മുമ്പ് പ്രധാനമായും പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ് ഇന്ത്യ ആശ്രയിച്ചിരുന്നത്. എന്നാൽ നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ കാരണം അമേരിക്കയും ഇറാനും ഇന്ത്യയുടെ പ്രധാന LPG വിതരണക്കാരായി മാറിയിരിക്കുകയാണ്. മെയ് മാസത്തിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യ ഇറക്കുമതി ചെയ്ത ആകെ LPGയുടെ ഏകദേശം 2/3 ഭാഗവും അമേരിക്കയിലും ഇറാനിൽ നിന്നാണ് എത്തിയത്. ഇത് രാജ്യത്തിന്റെ ഊർജ്ജ മേഖലയിലുണ്ടായ വലിയ മാറ്റമായി കണക്കാക്കപ്പെടുന്നു. മെയ് മാസത്തിൽ മാത്രം അമേരിക്കയിൽ നിന്ന് ഇന്ത്യ 6.66 ലക്ഷം ടൺ LPG ഇറക്കുമതി ചെയ്തു. ഏപ്രിൽ ഇത് 3.72 ലക്ഷം ടൺ മാത്രമായിരുന്നു. വെറും ഒരു മാസത്തിനുള്ളിൽ ഇറക്കുമതിയിൽ ഏകദേശം 73% വർധനയാണ് ഉണ്ടായത്. ഈ വർധന ഇന്ത്യ അമേരിക്കയെ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങിയതിന്റെ വ്യക്തമായ സൂചനയാണ്. അതേസമയം ഇറാനും ഇന്ത്യയ്ക്ക് വലിയ അളവിൽ LPG വിതരണം ചെയ്യുന്നു. മെയ് മാസത്തിൽ 1.45 ലക്ഷം ടൺ LPG ആണ് ഇറാൻ ഇന്ത്യയിലേക്ക് അയച്ചത്. ഇതോടെ അമേരിക്കയ്ക്ക് പിന്നാലെ ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ LPG വിതരണക്കാരായി ഇറാൻ മാറി. ഈ മാറ്റത്തിന് പിന്നിൽ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷാവസ്ഥയാണ് പ്രധാന കാരണം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മിഡിൽ ഈസ്റ്റ് മേഖലയിലെ രാഷ്ട്രീയവും സൈനികവുമായ സംഘർഷങ്ങൾ ഊർജ്ജ വിതരണത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. എണ്ണയും വാതകവും കൊണ്ടുപോകുന്ന പ്രധാന കടൽ മാർഗങ്ങളിൽ തടസ്സങ്ങൾ രൂപപ്പെട്ടതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും പുതിയ വിതരണ സ്രോതസ്സുകൾ തേടേണ്ട സാഹചര്യമുണ്ടായി. കഴിഞ്ഞ വർഷം വരെ ഇന്ത്യയുടെ LPG വിപണിയിൽ അമേരിക്കയ്ക്ക് വലിയ പങ്കില്ലായിരുന്നു. അതുപോലെ തന്നെ അമേരിക്കൻ ഉപരോധങ്ങൾ കാരണം ഇറാനിൽ നിന്ന് വർഷങ്ങളായി ഇന്ത്യ LPG വാങ്ങിയിരുന്നില്ല. ഏകദേശം 7 വർഷത്തോളം ഇറാനിൽ നിന്നും വിതരണം വളരെ പരിമിതമായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യം എല്ലാം മാറ്റിമറിച്ചു. ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത് ഇന്ത്യക്ക് അനിവാര്യമായതിനാൽ ലഭ്യമായ എല്ലാ മാർഗങ്ങളും രാജ്യം പരിശോധിക്കാൻ തുടങ്ങി. അതിന്റെ ഭാഗമായാണ് അമേരിക്കയും ഇറാനും കൂടുതൽ ആശ്രയിക്കാൻ ശ്രമിച്ചത്. ഇതിലൊരു കൗതുകകരമായ വസ്തുതയുണ്ട്. ഇന്ന് ഇന്ത്യയുടെ പ്രധാന LPG വിതരണക്കാരായി മാറിയിരിക്കുന്ന അമേരിക്കയും ഇറാനും തന്നെ നിലവിലെ അന്താരാഷ്ട്ര സംഘർഷത്തിന്റെ പ്രധാന ഭാഗങ്ങളായി കണക്കാക്കപ്പെടുന്ന രാജ്യങ്ങളാണ്. എന്നാൽ ഇന്ത്യയുടെ മുൻഗണന രാഷ്ട്രീയമല്ല, രാജ്യത്തിന് ആവശ്യമായ ഇന്ധനം ഉറപ്പാക്കുക എന്നതാണ്. പശ്ചിമേഷ്യയിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ LPG ഇറക്കുമതിയുടെ ഏകദേശം 90% UAE, ഖത്തർ, സൗദി അറേബ്യ, കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നായിരുന്നു. വർഷങ്ങളായി ഈ രാജ്യങ്ങളായിരുന്നു ഇന്ത്യയുടെ പ്രധാന പങ്കാളികൾ. ഈ രാജ്യങ്ങളിൽ നിന്ന് സ്ഥിരമായി വിതരണം ചെയ്തിരുന്നതിനാൽ ഇന്ത്യക്ക് വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രദേശത്തെ സംഘർഷങ്ങൾ ശക്തമായതോടെ സ്ഥിതി മാറി. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഗതാഗത മാർഗങ്ങളിലൊന്നാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് പുറപ്പെടുന്ന എണ്ണയും വാതകവും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് പ്രധാനമായും ഈ കടൽ മാർഗം വഴിയാണ്. ഈ മേഖലയിലെ സുരക്ഷാ പ്രശ്നങ്ങളും സംഘർഷങ്ങളും കാരണം ഹോർമൂസ് കടലിടുക്കിലേക്കുള്ള ഗതാഗതം പല സമയങ്ങളിലും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ചില ഘട്ടങ്ങളിൽ കപ്പൽ ഗതാഗതം വളരെ പരിമിതമായി. ഇതിന്റെ നേരിട്ടുള്ള പ്രതിഫലനം ഇന്ത്യയുടെ LPG വിതരണത്തിലും പ്രകടമായി. പരമ്പരാഗത വിതരണക്കാരിൽ നിന്ന് ആവശ്യമായ അളവിൽ വാതകം ലഭിക്കാതെ വന്നതോടെ ഇന്ത്യ വേഗത്തിൽ പുതിയ സ്രോതസ്സുകൾ കണ്ടെത്താൻ ശ്രമിച്ചു. അമേരിക്കയിൽ നിന്ന് കൂടുതൽ അളവിൽ LPG വാങ്ങാനുള്ള തീരുമാനവും അതിന്റെ ഭാഗമായിരുന്നു. അമേരിക്കയിൽ നിന്ന് കടൽ മാർഗം ഇന്ത്യയിലേക്ക് വാതകം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ കൂടുതൽ സജീവമാക്കി. അതേസമയം ഇറാനുമായുള്ള വ്യാപാര ബന്ധവും വീണ്ടും സജീവമാക്കാൻ തുടങ്ങി. വർഷങ്ങളായി നിലച്ചിരുന്ന വിതരണമാണ് ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ സഹായമാകുമെന്നാണ് വിലയിരുത്തൽ. ഊർജ്ജ മേഖലയിലെ വിദഗ്ധർ പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഒരു രാജ്യത്തെയോ ഒരു പ്രദേശത്തെയോ മാത്രം ആശ്രയിക്കുന്നത് അപകടകരമാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് LPG ലഭിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുകയാണ്. ഇതിലൂടെ ഭാവിയിൽ ഒരു പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും രാജ്യത്ത് പാചകവാതക വിതരണം തടസ്സപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇന്ത്യയിലെ കോടിക്കണക്കിന് കുടുംബങ്ങൾ പാചകത്തിനായി LPG ഉപയോഗിക്കുന്നുണ്ട്. ആയതിനാൽ വിതരണത്തിൽ ചെറിയ തടസ്സം പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് സർക്കാർ വിവിധ രാജ്യങ്ങളുമായി പുതിയ കരാറുകൾക്ക് വിതരണ സംവിധാനങ്ങൾക്കും പ്രാധാന്യം നൽകുന്നത്. നിലവിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അമേരിക്കയും ഇറാനും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിൽ ഇപ്പോൾ പ്രധാന പങ്ക് വഹിക്കുന്നതായി വ്യക്തമാണ്. മിഡിൽ ഈസ്റ്റിലെ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ ഈ പങ്ക് ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഊർജ്ജ ആവശ്യങ്ങൾ ദിനംപ്രതി ഉയരുന്ന സാഹചര്യത്തിൽ സ്ഥിരമായ വിതരണവും ന്യായമായ വിലയും ഉറപ്പാക്കുക എന്നതാണ് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം. അതിനായി ആവശ്യമായ ഇടത്ത് പുതിയ പങ്കാളികളെ കണ്ടെത്താനും പുതിയ വ്യാപാര ബന്ധങ്ങൾ വികസിപ്പിക്കാനുമാണ് രാജ്യം ശ്രമിക്കുന്നത്. മെയ് മാസത്തിലെ LPG ഇറക്കുമതി കണക്കുകൾ വെറും വ്യാപാര കണക്കുകൾ മാത്രമല്ല, ലോകരാഷ്ട്രീയത്തിലും ഊർജ്ജ വിപണിയിലും സംഭവിക്കുന്ന മാറ്റങ്ങൾ ഇന്ത്യ എങ്ങനെ നേരിടുന്നു എന്നതിന്റെ ഒരു വ്യക്തമായ ചിത്രം കൂടിയാണ് അവ നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.